ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരു തായ്ലൻഡ് ട്രിപ്പും അതിനുശേഷം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പനിയും കാരണം ഇത്രയും ദിവസം ഞാൻ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റും അല്ലാത്ത റുട്ടീൻസും ഒക്കെ ആണെങ്കിലും താളം തെറ്റിപ്പോയി. പക്ഷേ കൂടുതൽ കാത്തിരിക്കുന്നതിനും പകരം, അതായത് നല്ലൊരു ദിവസം പിന്നെയും തുടങ്ങാം എന്ന് കാത്തിരിക്കുന്നതിലും പകരം വേഗം പനി മാറിയപ്പോൾ തന്നെ തുടങ്ങിയേക്കാമെന്ന് ഞാൻ വിചാരിച്ചു. മീൻസ് വീണ്ടും ട്രാക്കിലേക്ക് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പഴയ പോലെ അതൊക്കെ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ എൻ്റെ ശീലം നിങ്ങൾക്കറിയാലോ, ഒരു ജീരകം ഇട്ട വെള്ളം. രാവിലെ അതൊക്കെ റെഡിയാക്കി. ഇന്ന് ഓഫീസിൽ പോകേണ്ട ദിവസമാണ്, പക്ഷെ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് ഓഫീസിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് രാവിലെ കുറച്ച് സമയമുണ്ടായിരുന്നു. 2 മുട്ട പുഴുങ്ങാനിട്ട് വെള്ളം തിളപ്പിച്ച് പിന്നെ ഒന്ന് വെയിറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. സർപ്രൈസിംഗ്ലി വെയിറ്റ് അത്ര കൂടിയിട്ടില്ല. തായ്ലൻഡ് ട്രിപ്പിലാണെങ്കിലും ഞാൻ കുറച്ച് കൺട്രോൾഡ് ആയിട്ടായിരുന്നു ഭക്ഷണം ഒക്കെ കഴിച്ചത്. പിന്നെ ഒരുപാട് ഇതിലേക്ക് അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് അത്യാവശ്യം എനർജി എക്സ്പെൻഡിച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുഴപ്പമില്ല. പിന്നെ പനി സമയത്താണെങ്കിലും എനിക്ക് പനിക്കുമ്പോൾ പൊതുവേ 2 ബിരിയാണിയൊക്കെ ഒറ്റയടിക്കരുത് കഴിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു വിശപ്പ് വരും. ഇത്തവണയും വന്നു, ബിരിയാണി കഴിക്കുകയും ചെയ്തു. പക്ഷേ ഭാഗ്യവശാൽ ഇത്ര വെയിറ്റിൽ അങ്ങ് എത്തി നിന്നു, അതിലും കൂടിയില്ല. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ വെയിറ്റ് കൂടി കേട്ടോ. ഞാനൊരു 82 മറന്നുപോയി, 82 എത്രയോ ആയിരുന്നു. അവിടെ നിന്നും തായ്ലൻഡ് ട്രിപ്പും പനിയും എല്ലാം കഴിഞ്ഞപ്പം 1 kg ഗെയിൻ ആയിട്ടുണ്ട്. അത് ഓവർ ഈറ്റിംഗ് കൊണ്ടും ശരീരം അനങ്ങാതെയുള്ള ഇരിപ്പ് കൊണ്ടൊക്കെ തന്നെയാണ്. കുറച്ചെടുക്കാൻ പറ്റുന്നതാണല്ലോ, അപ്പോൾ വലിയ വരയില്ല. അപ്പോൾ എന്തായാലും ഇന്ന് 2 മുട്ടയൊക്കെ കഴിച്ചിട്ട് ഓഫീസിലേക്ക് ഇറങ്ങാനുള്ള സമയം കിട്ടി. പൊതുവെ ഓഫീസിൽ ചെന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറ്. കുറച്ച് സോൾട്ടും കുറച്ച് പെപ്പറും ഒക്കെ ഇട്ട് ബോയിൽഡ് എഗ്സ് കഴിക്കാൻ എനിക്കങ്ങനെ വലിയൊരു വിഷമം തോന്നാറില്ല. ഞാൻ കേട്ടിട്ടുണ്ട് പലർക്കും മുട്ട കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് അതിൻ്റെ യെല്ലോ പോർഷൻ്റെ സ്മെല്ലോ മറ്റൊക്കെ ബുദ്ധിമുട്ടാണെന്ന്. ദൈവം സഹായിച്ച് എനിക്ക് ആ ഒരു പ്രശ്നമില്ല. പക്ഷേ ഓഫീസിലെത്തിക്കഴിഞ്ഞ് എന്താണെന്ന് അറിയത്തില്ല, വല്ലാത്ത വിശപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ക്യാൻറ്റീനിൽ പോയിട്ട് ഒരു പനീർ സാൻഡ്വിച്ചും അത് കഴിഞ്ഞൊരു ബദാം ലസ്സിയും ഒക്കെ കഴിച്ചു. ഈ കഴിച്ച മുട്ടയേക്കാൾ ഒരു 3-4 ഇരട്ടി കാലറി വരും ഈ ഒരു സാൻഡ്വിച്ചും ലസ്സിയൊക്കെ കൂടെ. പക്ഷേ സാരമില്ല, ഓവറോൾ കാലറി നോക്കുമ്പോൾ അത് വലിയ വിഷയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. വിശന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മൈഗ്രെയിൻ ഇളകും. മൈഗ്രെയിൻ ഇളകിക്കഴിഞ്ഞാൽ ആകെ മൊത്തം സീനാകും. ഇന്നത്തെ ദിവസം മൊത്തത്തിൽ പോയി കിട്ടും. അപ്പം അതിലും നല്ലതാണല്ലോ കുറച്ച് കാലറി വലിയ കൺസേണൊന്നും ഇല്ലാതെ സമാധാനത്തോടെ ഭക്ഷണം വിശപ്പിന് കഴിക്കുക എന്നുള്ളത്. പിന്നെ ഓഫീസിൽ പോകുന്ന ദിവസം കുറച്ചൊക്കെ സ്റ്റെപ്സ് എത്തിക്കാൻ പറ്റും. 10K എത്തിക്കണമെങ്കിൽ നല്ല എഫേർട്ട് ഇടണം. ഒരു 5K ഒക്കെ ഈസിലി ഓഫീസിൽ പോകുന്നു. പിന്നെ വീട്ടിൽ വന്ന് അവിടെ ഇവിടെയൊക്കെ കുറച്ചൊന്ന് ഒരു 5 മിനിറ്റും 10 മിനിറ്റും ഒക്കെ സമയമെടുത്ത് നടക്കുകയൊക്കെ ആണെങ്കിൽ 5K എന്തായാലും എത്തിക്കാം. പിന്നെ ഈ സ്റ്റേഴ്സ് ഓഫീസിൽ പോകുന്ന ദിവസങ്ങളിൽ ഞാൻ കയറാറുണ്ട്. ലിഫ്റ്റ് ഉണ്ട്, വേണമെങ്കിൽ ട്രാഫിക് സിഗ്നൽ വരുമ്പോൾ റോഡ് ക്രോസ് ചെയ്യാം. പക്ഷേ മാക്സിമം അതൊക്കെ അവോയ്ഡ് ചെയ്ത് ഈ സ്റ്റെപ്സൊക്കെ തന്നെ കയറാൻ നോക്കും. പക്ഷേ സ്റ്റെപ്സ് കയറുമ്പം പ്രശ്നം, അവിടെ ഉറങ്ങിക്കിടക്കുന്ന ശുനകരാജാക്കന്മാരുണ്ട്. എനിക്ക് നല്ല പേടിയാണ്. പക്ഷേ ഇതുവരെ ഉപദ്രവമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പതുക്കെ സ്റ്റെപ്പങ്ങ് കയറി വരും. അങ്ങനെ ഏകദേശം ഒരു 12:30-12:45 ആകുമ്പോഴത്തേക്കും ഞാൻ തിരിച്ച് വീട്ടിലെത്തും. ലഞ്ച് കുറച്ചൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് പോവാറ്. ഇന്നത്തെ ദിവസം എനിക്ക് തോന്നുന്നു മത്തൻ എരിശ്ശേരിയും ചോറും ഫ്രിഡ്ജിലുണ്ടായിരുന്നു, വേറെ ഒന്നും ഇല്ല. അപ്പോൾ രാവിലെ പോകുന്നതിന് മുമ്പ് സോക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ചെറുപയർ. വന്ന ഉടനെ അതൊക്കെ ഒരു വിസിലടിച്ചാൽ മതിയല്ലോ. ഒരു വിസിലും അടിച്ച്, തേങ്ങ എപ്പോഴും ചിരകി ഫ്രീസറിലുണ്ടാകും, അപ്പം അതും എളുപ്പമാണ്. അപ്പോൾ തേങ്ങയും ഒക്കെ ഇട്ട് ഒരു ചെറുപയർ തോരനും കൂടെ ആകുമ്പോൾ ഊണിന് പ്രോട്ടീൻ ഞാൻ വിചാരിക്കുന്ന പോലെയൊക്കെ ഇന്ന് കിട്ടും. പിന്നെ
ചോറിൻ്റെ അളവ് ഞാൻ ഇതിനു മുമ്പും കാണിച്ചിട്ടുണ്ട്. അത് ഞാനൊരു 6 ടേബിൾ സ്പൂൺ, ഒരു 7 ടേബിൾ സ്പൂൺ ഒക്കെയാണ് ചോറ് കഴിക്കാറ്. എനിക്കത് സത്യം പറഞ്ഞാൽ വളരെ ഫില്ലിംഗ് ആണ്. പെട്ടെന്നൊരാൾക്ക് നോക്കുമ്പോൾ അത് വളരെ കുറവല്ലേ എന്ന് തോന്നും. പ്ലേറ്റ് കാണുമ്പോൾ, വീഡിയോയിൽ കാണുമ്പം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് എന്ന് തോന്നുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. പിന്നെ ചെറുപയറും നല്ല ഫില്ലിംഗ് ആണല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, അതിൻ്റെ ഒരു പകുതി ഭാഗം ഞാൻ സ്റ്റിക്ക് പോലെ മുറിച്ച് എടുത്ത് ചോറിന് വെച്ചു. അതിങ്ങനെ വെറുതെ നല്ല ക്രഞ്ചി ആണല്ലോ, ചോറിൻ്റെ ഇടയ്ക്ക് കടിച്ച് കഴിക്കാൻ നല്ല രസമാണ്. പിന്നെ വെള്ളം അതെനിക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. വെള്ളം ഇല്ലെങ്കിലാണ് ബുദ്ധിമുട്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ മൈഗ്രെയിൻ ഇളകും വെള്ളം കുടിച്ചില്ലെങ്കിൽ. അപ്പം 2 ലിറ്റർ എന്ന് പറയുന്നത് എല്ലാ ദിവസവും കുടിക്കാൻ പറ്റുന്ന ഒരളവാണ്. പക്ഷേ ഈ 3 ലിറ്ററിലേക്ക് എത്തിക്കുന്നത് അവിടെ ചെറിയൊരു എഫേർട്ട് കൊടുക്കണം. പക്ഷെ എന്നിരുന്നാലും 3 ലിറ്ററൊക്കെ ഏകദേശം എത്തിക്കാൻ പറ്റാറുണ്ട്. ഉച്ചയ്ക്ക് തിരിച്ച് വന്ന് കഴിഞ്ഞിട്ട് എനിക്കൊരു 1:30 to 3:30 ക്ലാസ് ഉണ്ട്. അപ്പോൾ 1:30 ആകുമ്പോഴത്തേക്കും എൻ്റെ ലഞ്ചൊക്കെ ഞാൻ സെറ്റാക്കി വരുള്ളൂ. പിന്നെ നിവൃത്തിയില്ല, ലാപ്ടോപ്പിന് മുമ്പിൽ ഇരുന്ന് കഴിച്ചേ മതിയാവും. ആയിരിപ്പങ്ങ് നീണ്ടുപോയി. ഈവനിങ് വേറൊന്നും കഴിച്ചില്ല അന്നത്തെ ദിവസം. രാത്രി ഒരു വെജിറ്റബിൾ സോട്ട് ചെയ്ത് കുറച്ച് എടുത്തു. ചിക്കൻ ബ്രസ്റ്റ് അതും എയർ ഫ്രൈ ചെയ്ത് എടുത്തു. പിന്നെ ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത് ഒരു രുചിയില്ലായ്മ കൊണ്ടാണല്ലോ. എനിക്ക് ഇന്നൊരബദ്ധം പറ്റി. ഓവർ ബോയിലായിപ്പോയി വെജിറ്റബിൾസ്. അപ്പോൾ അതിൻ്റെ ക്രഞ്ചിനെസ് പോകുമ്പം ടേസ്റ്റ് വ്യത്യാസം നല്ലപോലെ വരും. കുറച്ചും കൂടെ ക്രഞ്ചി ആയിട്ടിരിക്കുമ്പോഴാണ് നല്ല രുചിയിൽ കഴിക്കാൻ പറ്റുക. പിന്നെ ഡ്രസ്സിങ് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഡ്രസ്സിങ്ങൊക്കെ കണ്ടുപിടിച്ചാൽ നല്ലതായിരിക്കും. ഇന്ന് ഞാൻ ഹണിയും നാരങ്ങ നീരും ആണ് ഇട്ടേക്കുന്നത്. നല്ല രുചിയാണ് ഈ ഡ്രസ്സിങ് കേട്ടോ. പിന്നെ സോൾട്ട് ആൻഡ് പെപ്പർ ഓൾറെഡി വെജിറ്റബിൾസൊക്കെ സോട്ട് ചെയ്യുമ്പോൾ ഇട്ടിരുന്നത് കൊണ്ടാണ് ഡ്രസ്സിങ്ങിൽ എക്സ്ട്രാ ചേർക്കാണ്ടിരുന്നത്. പിന്നെ വീണ്ടും ലാപ്ടോപ്പിന് മുമ്പിൽ തന്നെ വന്നിരുന്നിട്ടാണ് ഡിന്നർ കഴിക്കുന്നതും. കാരണം ഈ സമയത്ത് എനിക്ക് മീറ്റിങ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. വീണ്ടും സമാധാനമായിട്ട് പോയിരുന്ന് കഴിക്കാനുള്ളൊരു സാഹചര്യമില്ല. പക്ഷേ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് മൈൻഡ്ഫുള്ളായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് എന്നുള്ളത് അറിയാം. പക്ഷേ നിവൃത്തിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യാൻ പറ്റൂ. എല്ലാം കൂടെ ഒരുമിച്ച് വേണമെന്ന് ഞാൻ വാശി പിടിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ലാത്തടത്തായി പോകും ഞാൻ പറഞ്ഞ പോലെ ഈ കുറച്ച് ഓവർ ബോയിൽഡ് ആയതിൻ്റെ രുചി കുറവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. ഫസ്റ്റ് ഡേ ആകുമ്പോൾ കുറച്ച് മോട്ടിവേഷനും കിട്ടുമല്ലോ. ഇപ്പോൾ അടുത്ത ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല ഞാനിത് കഴിക്കുമോ എങ്ങനെയാണ്. പിന്നെ 5K സ്റ്റെപ്സ് എത്തിക്കാനാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ടാർഗറ്റ്. അപ്പോൾ ടാർഗറ്റ് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനിയൊരു 1500-2000 സ്റ്റെപ്പും കൂടെ വേണമായിരുന്നെന്നാണ് ഓർമ്മ. അപ്പം അതെല്ലാം നടന്ന് എത്തിച്ചു. പിന്നെ ഇന്നത്തെ ദിവസത്തെ ഞാനൊന്ന് വിശകലനം ചെയ്തു. ചെറിയ കുറച്ച് ടാർഗറ്റ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് രാവിലെ ജീരകവെള്ളം കുടിക്കുക, അത് ടിക്ക്. പിന്നെ 3 മീലിലും പ്രോട്ടീൻ നന്നായിട്ട് കഴിക്കുക, അതും ടിക്ക്. 5K സ്റ്റെപ്സും യെസ്. കിടക്കുന്നതിന് മുമ്പ് പ്രാണായാമം ചെയ്യണമെന്ന് വിചാരിച്ചു, നടന്നില്ല. പിന്നെ 3 ലിറ്റർ വെള്ളം, അത് നടന്നു. പിന്നെ എക്സസൈസ്, അതർ ദാൻ വാക്കിംഗ് വേറെ എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കാലറി ഒന്ന് എസ്റ്റിമേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ കറക്റ്റാണോ എന്നറിയില്ല. എങ്കിലും ഇതൊക്കെയായിരുന്നു